എത്ര ശ്രദ്ധയോടെയും വൃത്തിയോടെയും തയ്യാറാക്കിയാലും അറിവില്ലായ്മ മൂലം നമ്മുടെ ഭക്ഷണശീലങ്ങളിൽ വന്നുചേരുന്ന ചില അപകടങ്ങളുണ്ട്. പൊതുവെ ഭക്ഷ്യവിഷബാധ സംഭവിച്ചു എന്ന് വിചാരിക്കാറുണ്ടെങ്കിലും സത്യത്തിൽ അങ്ങനെയല്ല. ചില ഭക്ഷണങ്ങൾ തന്നെ ചിലർക്ക് അലർജി ഉണ്ടാക്കാം. ഉദാഹരണത്തിന് കക്ക, ചെമ്മീൻ, ഞണ്ട്, ഗോതമ്പ്, പാലുൽപ്പന്നങ്ങൾ എന്നിവ. നമുക്ക് അലർജി ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രമേ ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കാൻ കഴിയുകയുള്ളൂ. അതുപോലെ പലരുടെയും സംശയമാണ്, എന്തുകൊണ്ടാണ് പാലിലും ബ്രെഡിലും ബണ്ണിലുമൊക്കെ മാനുഫാക്ചറിംഗ് ഡേറ്റ് കാണാത്തതെന്ന്. എന്നാൽ 7 ദിവസത്തിൽ താഴെ കാലാവധിയുള്ള പാക്കറ്റ് ഭക്ഷ്യവസ്തുക്കളിൽ മാനുഫാക്ചറിംഗ് ഡേറ്റ് ആവശ്യമില്ല. പകരം യൂസ് ബൈ ഡേറ്റ് മാത്രമേ ആവശ്യമുള്ളൂ. കറികൾ ഉണ്ടാക്കാനായി എടുക്കുന്ന കൂട്ടത്തിൽ മുളച്ച ഉരുളക്കിഴങ്ങുകൾ ഉണ്ടെങ്കിൽ അത് പാടെ ഒഴിവാക്കുക. മുള പൊട്ടിയ ഉരുളക്കിഴങ്ങിൽ ഉണ്ടാകുന്ന ഗ്ലൈക്കോ ആൽക്കലൈഡ് എന്ന സംയുക്തത്തിന് നമ്മുടെ ദഹന പ്രക്രിയയെയും നാഡീവ്യവസ്ഥയെയും തകർക്കാനുള്ള ശേഷിയുണ്ട്. പലപ്പോഴും മുട്ട കഴുകി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്ന ശീലം നമുക്കുണ്ടാകും. ഇനിയത് വേണ്ട. നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത 5000-ലേറെ സൂക്ഷ്മദ്വാരങ്ങൾ മുട്ടയുടെ പുറന്തോടിലുണ്ട്. കൂടാതെ അവയെ പൊതിഞ്ഞുകൊണ്ട് നേർത്ത ഒരു ആവരണവും. മുട്ടയ്ക്കുള്ളിൽ കോഴിക്കുഞ്ഞ് വളർന്നു തുടങ്ങുമ്പോൾ അതിനാവശ്യമായുള്ള ഓക്സിജൻ എടുക്കാനാണ് ഈ സൂക്ഷ്മദ്വാരങ്ങൾ. നമ്മൾ മുട്ട കഴുകുമ്പോൾ ഈ ആവരണം പൊട്ടുകയും വായുവുമായുള്ള സമ്പർക്കം ഉണ്ടാകുന്നത് മൂലം മുട്ടയ്ക്കുള്ളിൽ അപകടകരമായ ബാക്ടീരിയകൾ ഉണ്ടാവുകയും ഇതുമൂലം മുട്ട എളുപ്പത്തിൽ കേടാവാനുള്ള സാധ്യതയുണ്ട്. ഇത്തരം മുട്ടകൾ കഴിക്കുന്നത് ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണമാകാം. കുട്ടികളെ പോലെ മുതിർന്നവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഭക്ഷണമാണ് ഐസ്ക്രീം. എന്നാൽ നമ്മൾ വാങ്ങിക്കഴിക്കുന്ന എല്ലാം ഐസ്ക്രീം തന്നെയാണോ? ഐസ്ക്രീമിന്റെ രുചിയും ടെക്സ്ചറും ഫ്ലേവറുമുള്ള മറ്റൊരു ഉൽപ്പന്നമാണ് ഫ്രോസൺ ഡെസേർട്ട്. ഐസ്ക്രീമിന് പാലാണ് പ്രധാന ചേരുവയെങ്കിൽ ഫ്രോസൺ ഡെസേർട്ടിൽ വെജിറ്റബിൾ ഓയിലും മിൽക്ക് പൗഡറുമാണ്. കൊഴുപ്പിന്റെ അളവ് കൂടുതലായതുകൊണ്ട് തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ്. അടുത്ത വട്ടം വാങ്ങുമ്പോൾ അത് ഐസ്ക്രീം തന്നെയാണെന്ന് ലേബല് നോക്കി ഉറപ്പുവരുത്താൻ മറക്കണ്ട. സുരക്ഷിതാഹാരം ആരോഗ്യത്തിനാധാരം. പൊതുജന താൽപര്യാർത്ഥം ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ്, ഇടുക്കി.